ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോംപ്ലിമെൻ്ററി ഫിസിക്സ് 3rd സെമസ്റ്ററിലെ ഓസിലേഷൻസ് ആൻഡ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. പീരിയോഡിക് മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ് ആഫ്റ്റർ റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഷൻ അത് ഇത്ര ടൈമിന് റെഗുലർ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അത് റിപ്പീറ്റ് ചെയ്യുക. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് സ്മോൾ ടി പ്ലസ് ക്യാപിറ്റൽ ടി ഈക്വൽ ടു എഫ് ഓഫ് ടി. ഇവിടെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈം പീരീഡ് ആണ്, ടൈം ഇൻ്റർവൽ ആഫ്റ്റർ വിച്ച് മോഷൻ ഇസ് റിപ്പീറ്റഡ്. ആ മോഷൻ റിപ്പീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ടൈം പീരീഡ്. അപ്പോൾ ക്യാപിറ്റൽ ടി എന്ന് പറയുന്നത് അതാണ്. പിന്നെ നമുക്ക് പീരിയോഡിക് മോഷൻ്റെ 4 എക്സാമ്പിൾസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ. അപ്പോൾ സൂര്യന് ചുറ്റും എർത്ത് പോകുന്ന ആ ഒരു മോഷൻ, അതുപോലെ പെൻഡുലത്തിൻ്റെ മോഷൻ, റൊട്ടേഷണൽ മോഷൻ ഓഫ് എർത്ത് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. എന്താണ് എർത്ത് സ്വന്തമായിട്ട് അതിൻ്റെ ആക്സിസിൽ കറങ്ങുന്നത്. പിന്നെ മോഷൻ ഓഫ് ഹാലീസ് കോമറ്റ്. ഇത്രയും 4 എക്സാമ്പിൾസ്, ഈസി ആയിട്ടുള്ള 4 എക്സാമ്പിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് വരുന്നതാണ് ഓസിലേറ്ററി മോഷൻ എന്താണെന്നുള്ളത്. എ മോഷൻ ഇൻ വിച്ച് എ ബോഡി മൂവ്സ് ടു ആൻഡ് ഫ്രോ. ടു ആൻഡ് ഫ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോയ പോലെ തിരിച്ചു വരാതെ കേട്ടോ. അപ്പോൾ ടു ആൻഡ് ഫ്രോ റിപ്പീറ്റഡ്ലി അബൌട്ട് എ ഫിക്സഡ് പോയിന്റ് ആൻഡ് റിപ്പീറ്റ്സ് ദ മോഷൻ ആഫ്റ്റർ എ റെഗുലർ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഇതെന്താണ് പീരിയോഡിക് മോഷൻ തന്നെയാണ്, അതേപോലെ തന്നെയാണ്. ഒരു ടൈം ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് ടു ആൻഡ് ഫ്രോ ആയിട്ടാണ് ഈ ഒരു മോഷൻ വരുന്നത്. ഓസിലേറ്ററി മോഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് മോഷൻ ഓഫ് പെൻഡുലം. ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും. അത് ആദ്യം റൈറ്റിലേക്ക് പോവും, പിന്നെ ലെഫ്റ്റിലേക്ക് വരും, അങ്ങനെയുള്ളത്. അതുപോലെ വെർട്ടിക്കൽ ഓസിലേഷൻ ഓഫ് ലോഡഡ് സ്പ്രിങ്, ബാലൻസ് വീൽ ഓഫ് വാച്ച് ഓർ ക്ലോക്ക്, ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് മാർബിൾ ഇൻ വാച്ച് ഗ്ലാസ്. അപ്പോൾ 4 എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് സൈനിൻ്റെയും കൊസൈനിൻ്റെയും ടേംസിൽ എഴുതാൻ പറ്റും. സൈൻ തീറ്റ പ്ലസ് 2n പൈ ഈക്വൽ ടു സൈൻ തീറ്റ. അതുപോലെ കോസ് തീറ്റ പ്ലസ് 2n പൈ എന്ന് പറയുന്നത് കോസ് തീറ്റ. ഇവിടെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1, 2, 3 എക്സെട്ര പോവും. ഇനി എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ? ആൻ എക്സ്പ്രഷൻ കണ്ടെയ്നിങ് സൈൻ ഓർ കൊസൈൻ ഫംഗ്ഷൻ. അപ്പോൾ ഒരു എക്സ്പ്രഷനിൽ സൈനും കൊസൈനും ഉണ്ടെങ്കിൽ അതിനെ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് വരുന്നത് ഓസിലേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ ഈസ് കോൾഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പോൾ ഓസിലേഷൻ നമ്മൾ സിംഗിൾ ഹാർമോണിക് ഫംഗ്ഷൻ്റെ ടേംസിൽ സിംഗിൾ ആയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് വിളിക്കുന്നത്. ഇനി സിസ്റ്റം എക്സിക്യൂട്ടിംഗ് ഹാർമോണിക് മോഷൻ ഈസ് കോൾഡ് ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ എന്താണ് ഹാർമോണിക് ഓസിലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം എക്സിക്യൂട്ടിംഗ് ഹാർമോണിക് മോഷൻ, അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താണെന്നുള്ളത്. എ പാർട്ടിക്കിൾ ഈസ് സെറ്റ് ടു എക്സിക്യൂട്ട് സിമ്പിൾ ഹാർമോണിക് മോഷൻ വെൻ ഇറ്റ് മൂവ്സ് ടു ആൻഡ് ഫ്രോ പീരിയോഡിക്കലി ഇൻ സച്ച് എ വേ ദാറ്റ് ഇൻ എനി ഇൻസ്റ്റന്റ് ദ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ particle is proportional to displacement from a fixed point and is always directed towards that point. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ആൻഡ് ഫ്രോ ആണ്, പീരിയോഡിക്കലി ആണ് ഇത് പോകുന്നത്. ഇവിടെ റിസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, അത് പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസിനോട് പ്രൊപ്പോർഷണൽ ആണ്. ഫോഴ്സ് ഡിസ്പ്ലേസിനോട് പ്രൊപ്പോർഷണൽ ആണ്. മാത്രമല്ല ഇവിടെ അത് എന്താണ് ഓപ്പോസിറ്റീവ് ആയിട്ടുള്ള ഫോഴ്സിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. അപ്പോൾ എഫ് എന്താണ് ഇൻവേഴ്സ്ലി അല്ല, എഫ് പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. എഫിനെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും എം ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ്. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വൽ ടു ആണ് യൂസ് ചെയ്യുക. അപ്പോൾ എന്താവും, അവിടെ ഒരു കോൺസ്റ്റൻറ്റ് വരും, അതാണ് കെ എന്ന് പറയുന്നത്. ഈ ഒരു മൈനസ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എഫും എക്സും ഓപ്പോസിറ്റീവ്ലി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്ന് കാണിക്കാനാണ്. പിന്നെ നമ്മൾ ഇക്വേഷൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ കെ ബൈ എം എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ആംഗുലർ വെലോസിറ്റി ഒമേഗ ആയിട്ട് എടുക്കുന്നു. ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. അത് നമ്മൾ ജസ്റ്റ് മാറ്റി എഴുതുമ്പോൾ ഈക്വൽ ടു ഉണ്ട്, ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ
ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇവിടെ ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കുറേയൊക്കെ നമ്മളായിട്ട് ഇതിവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങളിതൊക്കെ ആലോചിച്ച് വെക്കണം. മൾട്ടിപ്ലൈയിങ് ബൈ 2dx ബൈ dt ത്രൂ ഔട്ട്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഈക്വൽ ടുൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂസ് കിട്ടും. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ സി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആവുന്നതിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് എക്സ് ഈക്വൽ ടു എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ എ എന്ന് കൊടുക്കുന്നു, മാറ്റി എഴുതുന്നു എക്സ് ഈക്വൽ ടു എ. അങ്ങനെ വരുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആൻസർ കിട്ടുന്നതാണ് എക്സ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത്. ഇനി അത് കോസിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ എ കോസ് ഒമേഗ ടി പ്ലസ് ഡോ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഡെൽറ്റ എന്നാണ് വായിക്കുക, ഡെൽറ്റ എന്നും വായിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഡോ അല്ല ഡെൽറ്റ. അപ്പോൾ ഇവിടെ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്നത് ഫേസ് ഓഫ് വൈബ്രേഷൻ അറ്റ് എനി ടൈം ടി. അതുപോലെ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു 5 എന്താവും? ഇനീഷ്യൽ ഫേസ്, അല്ലെങ്കിൽ അതിനെ എപ്പോക്ക് എന്നും വിളിക്കും. അപ്പോൾ അത് ചിലപ്പോൾ വൺ വേർഡ് പോലെ ചോദിക്കാം. ഓക്കെ, അടുത്തത് വരുന്നതാണ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഒമേഗ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾസ് സെയിം ആഫ്റ്റർ എ ടൈം 2π ബൈ ഒമേഗ. പിന്നെ നമുക്ക് ടിയുടെ വാല്യൂ ആണ് വരുന്നത്, ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ, അത്രയാണ് വരുന്നത്. അപ്പോൾ ടി ഈക്വൽ ടു 2π റൂട്ട് ഓഫ് m/k എന്നും എഴുതാൻ പറ്റും. അതാണ് നമ്മുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഒമേഗ വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് സ്പെഷ്യൽ കേസസ് ഓഫ് വി ആൻഡ് എ. When the particle crosses the mean position x equal to 0, velocity is maximum. അപ്പോൾ പാർട്ടിക്കിൾ ഒരു മീൻ പൊസിഷൻ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടെ എന്താവും? വെലോസിറ്റി മാക്സിമം ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് ഓർ മൈനസ് ഒമേഗ എ ആണ്. അവിടെ ആക്സിലറേഷൻ മിനിമം ആയിരിക്കും, ആക്സിലറേഷൻ 0 ആയിരിക്കും. വെലോസിറ്റി മാക്സിമം ആയപ്പോൾ ആക്സിലറേഷൻ 0 ആണെന്നാണ് പറയുന്നത്. When the particle is at its extreme position, അപ്പോൾ എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി മിനിമം ആയിരിക്കും, ആക്സിലറേഷൻ മാക്സിമം ആയിരിക്കും. ഇതാണ് രണ്ട് സ്പെഷ്യൽ കേസസ് വരുന്നത്, ബി ഡി എ ഡി. നെക്സ്റ്റ് വരുന്നതാണ് എനർജി ഓഫ് എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. എ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ പൊസസ്സസ് 2 ടൈപ്പ് ഓഫ് എനർജി. 2 ടൈപ്പ് എനർജി ആണുള്ളത്. ഒന്ന് പൊട്ടൻഷ്യൽ എനർജി വിച്ച് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ നിന്നുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കാരണം. അതുപോലെ വരുന്നതാണ് കൈനറ്റിക് എനർജി വിച്ച് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് വെലോസിറ്റി. ഹെൻസ് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ദ ടോട്ടൽ എനർജി ഓഫ് ഓസിലേറ്റർ വിൽ ബി ദ സം ഓഫ് ദിസ് 2 എനർജി. അപ്പോൾ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക്കൽ എനർജിയും കൂടി ആഡ് ചെയ്തതായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സം ആയിരിക്കും ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ തന്നെ എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഉണ്ട്. അപ്പോൾ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ആൻസർ നോക്കുക, യു ഈക്വൽ ടു 1/2 കെ എക്സ് സ്ക്വയർ. ഇവിടെ എക്സ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് എ, യു എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ യു മാക്സിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/2 കെ എ സ്ക്വയർ. എക്സ് എ ആവുമ്പോൾ എന്താണ് പ്ലസ് ഓർ മൈനസ് എ ആവുമ്പോൾ യു മാക്സിമം ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എക്സ്പ്രഷൻ ഫോർ കൈനറ്റിക് എനർജി. അതെന്താണ്? കെ മാക്സിമം ഈക്വൽ ടു 1/2 കെ എ സ്ക്വയർ. ഇപ്പോൾ നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനറ്റിക് എനർജി കെ പ്ലസ് പൊട്ടൻഷ്യൽ എനർജി യു ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1/2 കെ എ സ്ക്വയർ ആണ്. അപ്പോൾ അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് ചോദിക്കുന്നതാണ് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി വേഴ്സസ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു ഗ്രാഫ് നല്ല പോലെ പഠിച്ചു വയ്ക്കണം. ഈ ഒരു ഗ്രാഫ് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ഗ്രാഫാണ്. അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി തമ്മിലുള്ളൊരു ഗ്രാഫാണിത്. നല്ലപോലെ നോക്കാം. പിന്നെ നിങ്ങൾക്ക്
ലാബിലൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ സിമ്പിൾ പെൻഡുലം, അങ്ങനെ അതൊക്കെ നമ്മൾ ലാബിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അത് എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. സിമ്പിൾ പെൻഡുലം എന്താണെന്ന്, കുറച്ച് ഹാർമോണിക് ഓസിലേറ്റേഴ്സിൻ്റെ വർക്കിംഗ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ചോദിക്കും. അപ്പോൾ സിമ്പിൾ പെൻഡുലം നിങ്ങൾ ലാബിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ടായാലും നമുക്ക് എഴുതാനൊക്കെ പറ്റും. A simple pendulum consists of a point mass suspended from a rigid support with the help of flexible, inextensible and weightless string. അപ്പോൾ സിമ്പിൾ പെൻഡുലത്തിൽ നമ്മൾ ഒരു ചെറിയൊരു ബോൾ ഉണ്ടല്ലോ, അത് നമ്മൾ ആ ഒരു മാസ് നമ്മൾ ഇടുന്നത് എങ്ങനെയായിരിക്കും? ഫ്ലെക്സിബിളും അതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തതും വെയ്റ്റ്ലെസ്സും ആയിട്ടുള്ള ഒരു സ്ട്രിങ്ങുമലായിരിക്കും നമ്മളത് ഇടുന്നുണ്ടാവുക. In actual practice, we do not have a point mass and weightless string. Thus, in practice, simple pendulum consists of a bob attached to end of light inextensible string suspended from a rigid support. അപ്പോൾ നമ്മൾ ഒരു ബോബ് അതുമ്മ വയ്ക്കും, വെയിറ്റ് ഇങ്ങനെ താഴോട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. The point S from which the pendulum is suspended is called point of suspension. അപ്പോൾ ഇവിടെ എസ് എന്ന് പറയുന്നില്ലേ, ആ ഒരു സ്ട്രിങ് കൊളത്തിയിട്ടേക്കുന്നത്, ആ ഒരു ഭാഗത്തിന് നമ്മൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഒ ബി ദ ഇക്വലിബ്രിയം പൊസിഷൻ ഓഫ് ദ ബോബ്. അപ്പോൾ ഒ എന്ന് പറയുന്നതാണ് ഇക്വലിബ്രിയം, ആ ഒരു നടുഭാഗം കറക്റ്റ് നേരെ കിടക്കുന്നതാണ് ആ ഒരു അതിൻ്റെ ഇക്വലിബ്രിയം പൊസിഷൻ. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ബോബ് ഈസ് നോൺ ആസ് സെൻറ്റർ ഓഫ് ഓസിലേഷൻ. അപ്പോൾ സെൻറ്റർ ഓഫ് ഓസിലേഷൻ എന്താണ്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി ബോബ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ഓഫ് സസ്പെൻഷൻ ആൻഡ് ദ സെൻറ്റർ ഓഫ് ഓസിലേഷൻ ഇസ് കോൾഡ് ലെങ്ത്. അപ്പോൾ പോയിന്റ് ഓഫ് സസ്പെൻഷൻ തൊട്ട് ആ ഒരു സെൻറ്റർ ഓഫ് ഓസിലേഷൻ അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ബോബ് അതിനെയാണ് നമ്മൾ ലെങ്ത് എൽ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലത്തിൻ്റെ. ഇഫ് ദ ബോബ് ഈസ് ഡ്രോൺ ടു വൺ സൈഡ് ആൻഡ് ലെറ്റ് ഫ്രീ. അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്ക് ഈ ബോബിനെ പിടിച്ച് വലിച്ചിട്ട് വിടുക. ദ സിമ്പിൾ പെൻഡുലം ഇറ്റ് ബിഗിൻസ് ഓസിലേറ്റ് അബൌട്ട് ഇറ്റ്സ് മീൻ പൊസിഷൻ. അങ്ങനെ അത് ഓസിലേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് ലാസ്റ്റ് അതിൻ്റെ മീൻ പൊസിഷൻ ആയിട്ടുള്ള ഓയിൽ വന്നിട്ട് അത് നിൽക്കും. ലെറ്റ് തീറ്റ ബി ദ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി ടൈം ടി. If m be the mass of bob, then due to the weight mg, the moment of force torque about the point S is minus mgl sin theta. അപ്പോൾ അതൊക്കെ നോക്കുക. If I be the moment of inertia, the moment of force I d square theta by dt square, where d square theta by dt square is the angular acceleration and the displacement theta. അപ്പോൾ ഈ d square theta by dt square എന്ന് പറയുന്നതാണ് angular acceleration. അപ്പോൾ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു മൈനസ് എം ജി എൽ സൈൻ തീറ്റ. ഇതാണ് നമുക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. തീറ്റ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂ ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക. ദിസ് റെപ്രസെൻ്റ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി ബൈ എൽ ഓർ ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ എൽ. പിന്നെ ഇതിൻ്റെ സൊല്യൂഷൻ ഇവിടെ ടൈം പീരീഡ് ടി ഈക്വൽ ടു 2π ബൈ ഒമേഗ അല്ലെങ്കിൽ 2π റൂട്ട് ഓഫ് എൽ ബൈ ജി. ഇത്രയാണ് നമുക്ക് സിമ്പിൾ പെൻഡുലം വരുന്നത്. സിമ്പിൾ പെൻഡുലം പിന്നെ വരുന്നതാണ് ടോർഷൻ പെൻഡുലം. ഐ തിങ്ക് സിംഗിൾ പെൻഡുലം നമ്മൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നതെന്ന് തോന്നുന്നു. ടോർഷൻ പെൻഡുലമാണ് നമ്മൾ ഡിഗ്രി ലൈഫിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിമ്പിൾ പെൻഡുലം വരുന്നത്. നെക്സ്റ്റ് ആണ് ടോർഷൻ പെൻഡുലം. It consists of a heavy mass suspended by a thin wire from rigid support. അപ്പോൾ നല്ലൊരു ഹെവി മാസ് ആയിട്ടുള്ള ഒരു ഡിസ്ക് നമ്മൾ വയറിൻ്റെ അറ്റത്ത് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നോർമലി ഏതൊരു ഡിസ്ക് ഓർ സ്പെരിക്കൽ ബോബ് ഈസ് യൂസ്ഡ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഒരു ഡിസ്കോ അല്ലെങ്കിൽ സ്പെരിക്കൽ ബോബോ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. The disc can be turned about the axis, the wire in a plane perpendicular to its length. Let I be the moment of inertia of the disc about the wire. If the disc is rotated through an angle theta, then deflected couple acting on the wire is I d square theta by dt square, where I is the moment of inertia and d square theta by dt square is angular acceleration. അപ്പോൾ ഇവിടെ I എന്ന് പറയുന്നത് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയും d square theta by dt square എന്ന് പറയുന്നത് ആംഗുലാർ ആക്സലറേഷനുമാണ്. ഇനി ന്യൂട്ടൻ്റെ തേർഡ് ലോ അനുസരിച്ച് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കപ്പിൾ കോൾഡ് റിസ്റ്റോറിംഗ് കപ്പിൾ. അപ്പോൾ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ റിസ്റ്റോറിംഗ് കപ്പിൾ എന്ന് വിളിക്കുന്നത്. ദ റിസ്റ്റോറിംഗ് കപ്പിൾ സെറ്റ് അപ്പ് ഇൻ ദ വയർ സി തീറ്റ വേർ സി ഈസ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്. അപ്പോൾ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എന്താണ് മൈനസ് സി തീറ്റയാണ്. സി എന്ന് പറയുന്നത് റിസ്റ്റോറിംഗ് കപ്പിൾ പെർ യൂണിറ്റ് ട്വിസ്റ്റ്.
ലാസ്റ്റ് ഇവിടെ നമുക്ക് ടൈം പീരീഡ് കാണാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെയാണ് 2π√ ഇവിടെ I/c ആണ്. നെക്സ്റ്റ് വരുന്നത്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിഗേഴ്സും കൂടെ നോക്കാം കേട്ടോ. നെക്സ്റ്റ് വരുന്നതാണ് കോമ്പൗണ്ട് പെൻഡുലം. എ കോമ്പൗണ്ട് പെൻഡുലം ഇസ് എ റിജിഡ് ബോഡി capable of oscillating freely in vertically plane about a horizontal axis passing through it. Consider a rigid body of mass capable of oscillating about a horizontal axis x o x dash passing through o, the center of suspension. അപ്പോൾ ഇവിടെ O ആണ് സെൻറ്റർ ഓഫ് സസ്പെൻഷൻ വരുന്നത്. ലെറ്റ് G be the center of mass of the body be situated at the distance L from axis x o x dash. അപ്പോൾ ഇവിടെയും പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരുന്നത് ലാസ്റ്റ് ടൈം പീരീഡിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ മൂന്നും കമ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലോഡഡ് സ്പ്രിങ്. Consider a massless spring suspended vertically from a rigid support having a body of mass m attached to its free end. അപ്പോൾ ഇതിൻ്റെ ഫിഗേഴ്സ് നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഒരു മാസ്ലെസ് സ്പ്രിങ് ആണ്, അത് വെർട്ടിക്കലി ആണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് m. ഡ്യൂ ടു വെയിറ്റ് mg ഓഫ് ദ ബോഡി ദ സ്പ്രിങ് എക്സ്റ്റെൻഡ് ത്രൂ ഡിസ്റ്റൻസ് L. അപ്പോൾ ആ ഒരു വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്പ്രിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ L എന്ന് വിളിക്കുന്നത്. ഇൻ ദ എക്സ്റ്റെൻഡഡ് പൊസിഷൻ ബോഡി എക്സ്പീരിയൻസ് എ റിസ്റ്റോറിംഗ് ഫോഴ്സ് KL വിച്ച് ഈസ് ആക്ടിങ് അപ്വാർഡ്. അപ്പോൾ ഇവിടെ mg = KL. L എന്ന് പറഞ്ഞത് ആ എക്സ്റ്റെൻഡ് ചെയ്ത ലെങ്ത്തും K എന്ന് പറയുന്നത് സ്പ്രിങ് കോൺസ്റ്റൻറ്റുമാണ്. ഓക്കെ, പിന്നെ ഇവിടെ ടൈം പീരീഡ് 2π√ m/k അത്രയുമാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് അൻഹാർമോണിക് ഓസിലേറ്റർ. We have seen in Unit 2 that potential energy U of particle at a distance x from position of stable equilibrium can be expressed as U = k/2 factorial x square plus k1/3 factorial x cube plus k2/4 factorial x raised to 4 plus etc. ഇവിടെ F എന്ന് പറയുന്നത് -du/dx. U എന്ന് പറയുന്നത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയാണ്. K1 K2 is not 0. The motion is still periodic but not harmonic. അപ്പോൾ K1 ഉം K2 ഉം 0 അല്ല എന്നുണ്ടെങ്കിൽ മോഷൻ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും, പക്ഷേ ഹാർമോണിക് ആവണം എന്നില്ല. അപ്പോൾ അതിനെ വിളിക്കുന്നതാണ് അൻഹാർമോണിക് ഓസിലേറ്റർ. അപ്പോൾ എന്താണ്? ഒരു മോഷൻ പീരിയോഡിക് ആണ്, പക്ഷേ എന്താണ്? ഹാർമോണിക് അല്ല. അതാണ് അൻഹാർമോണിക് ഓസിലേറ്റർ. പിന്നെ ലാസ്റ്റ് ഒരു ഇക്വേഷൻ ഉണ്ട്. ദ ഇക്വേഷൻ ഓഫ് മോഷൻ ഓഫ് അൻഹാർമോണിക് പെൻഡുലം. പെൻഡുലത്തിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. ദ എനർജി ഓഫ് എ സിസ്റ്റം എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ കൺസിഡേർഡ് സോ ഫാർ ഈസ് എ കോൺസ്റ്റന്റ്. ദിസ് മീൻസ് that the oscillation continue for indefinite period without any change in amplitude. These type of oscillation are called free oscillation or undamped oscillation. അപ്പോൾ എനർജി ഓഫ് സിസ്റ്റം സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്, അത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇത് പറയുന്നത് ഓസിലേഷൻ കണ്ടിന്യൂ ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡിൽ മാറ്റമില്ലാണ്ട് ഒരു ഡെഫിനിറ്റ് അല്ലാത്ത ഒരു പീരീഡിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈം പീരീഡ് ഒന്നും അവിടെ പറയുന്നില്ല, പക്ഷേ ആംപ്ലിറ്റ്യൂഡിന് അവിടെ ചേഞ്ച് ഇല്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ഫ്രീ ഓസിലേഷൻ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ അൺഡാംപ്ഡ് ഓസിലേഷൻ എന്നും വിളിക്കും. ദിസ് dissipation of energy from the system is caused by the resistive forces, viscosity of the medium. The resistance offered by the dissipative forces is called damping. As a result, the amplitude of oscillation goes on decreasing with the passage of time. This oscillation is called a damped oscillation. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻ ഗോസ് ഓൺ ഡിക്രീസിങ് വിത്ത് പാസേജ് ഓഫ് ടൈം. അപ്പോൾ ടൈം കടന്നു പോകുമ്പോൾ ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരിക. അതിനെ നമ്മൾ ഈ ഒരു ഓസിലേഷൻ നമ്മൾ ഡാംപ്ഡ് ഓസിലേഷൻ എന്ന് വിളിക്കുന്നു. ദ സിസ്റ്റം എക്സിക്യൂട്ടിംഗ് ഡാംപ്ഡ് ഓസിലേഷൻ ഈസ് കോൾഡ് ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്റർ. പിന്നെ ഇവിടെ അതിൻ്റെ ഇക്വേഷൻ പറയുന്നുണ്ട്, സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടതായിരിക്കും നല്ലത് കേട്ടോ. കുറച്ച് ഡെറിവേഷൻസും അങ്ങനത്തെ ഉള്ളതാണ്, ഞാനത് ഈ വീഡിയോയിൽ പറയുന്നില്ല. പിന്നെ അതിൻ്റെ ഗ്രാഫ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഡാംപ്ഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ഗ്രാഫ് 3 കേസ് ഉണ്ട്. ക്രിട്ടിക്കലി ഡാംപ്ഡ് ഉണ്ട്, പിന്നെ ഓവർ ഡാംപ്ഡ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് വേവ് മോഷൻ.
വേവ് മോഷൻ എന്ന് പറയുമ്പോൾ എനർജി ക്യാൻ ബി പ്രൊപ്പഗേറ്റഡ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഇൻ ടു ഡിഫറെൻറ്റ് വേസ്. അപ്പോൾ നമുക്ക് എനർജി ഒരു ഭാഗത്തു നിന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് രണ്ട് ടൈപ്പിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇൻ വൺ മോഡ് എനർജി ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റർ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എനർജി ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, വെൻ എ സ്റ്റോൺ ഈസ് പ്രൊജക്റ്റഡ് it carries energy with it as moves from one place to another. Motion of a bullet, running water which carrying energy with them as they move are other example of energy propagation. അപ്പോൾ ഒരു ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ തോക്കിൽ വരുന്നത് കേട്ടോ, തോക്ക് വെടിവെക്കുന്നത്, അത് വെള്ളത്തിലൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ മാക്സിമം എനർജി എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ടല്ലേ നോക്കുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്. ഇൻ സെക്കൻഡ് മോഡ് എനർജി ഈസ് പ്രൊപ്പഗേറ്റഡ് വിത്തൗട്ട് ദ ആക്ച്വൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ഫ്രം വൺ പ്ലേസ് ടു അനദർ ബട്ട് ഡ്യൂ ടു പ്രൊപ്പഗേഷൻ ഓഫ് ഡിസ്റ്റർബൻസ് സച്ച് എസ് ചേഞ്ചസ് ഇൻ പ്രഷർ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ടേക്ക് place about their mean position. This mode of energy propagation is called wave motion. പിന്നത്തെ ഒരു കാര്യം വരുന്നത് എനർജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് മാറ്റേഴ്സ് ഒന്നും ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മാറ്റുന്നില്ല. പക്ഷേ അവിടെ പ്രഷർ ഡിസ്പ്ലേസ്മെൻ്റ് ഒക്കെ അതിൻ്റെയൊക്കെ ചേഞ്ചസ് വെച്ചിട്ട് കുറേ മറ്റുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിന് ശരിക്കും ഒരു ഡെഫിനേഷൻ ഉണ്ട് വേവ് മോഷന്. ദിസ് എ വേവ് മോഷൻ ഈസ് എ ഫോം ഓഫ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫറിനെയാണ് വിളിക്കുന്നത്. which is due to the repeated periodic vibration of the particle of medium about their mean position, and the motion is handed over from one particle to other without the motion of medium itself. അപ്പോൾ വേവ് മോഷൻ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ഒരു പീരിയോഡിക് വൈബ്രേഷൻ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ഒരു പാർട്ടിക്കിളിൽ നിന്ന് മറ്റൊരു പാർട്ടിക്കിളിലേക്ക് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് വിത്തൗട്ട് ദ മോഷൻ ഓഫ് ദ മീഡിയം ഇറ്റ് സെൽഫ്. നമ്മുടെ മീഡിയത്തിനൊന്നും നോക്കിയിട്ടൊന്നല്ല എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒരു സ്റ്റോണ് നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ പുഴയിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ അവിടെ എന്താവും, വാട്ടർ വേവ്സ് ഉണ്ടാവും. വാട്ടർ വേവ്സ് ആർ ഫോംഡ് വിച്ച് ട്രാവൽ ഔട്ട്വാർഡ് ഇൻ എക്സ്പാൻഡിങ് സർക്കിൾ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു പുഴയിൽ കല്ല് കൊണ്ടിട്ടുണ്ടെങ്കിൽ എന്താവും, അതിൻ്റെ ചുറ്റും റൗണ്ടിൽ വെള്ളം ആ ഒരു വേവ്സ് ഉണ്ടാവാനായിട്ട് തുടങ്ങും അല്ലേ. അതാണ് പറയുന്നത്. ഇഫ് എ പേപ്പർ ബോൾ ഈസ് ത്രോൺ ഓൺ വാട്ടർ സർഫസ് ഇറ്റ് സിംപ്ലി വൈബ്രേറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ ഡസ് നോട്ട് മേക്ക് ദ ഫോർവേഡ് മോഷൻ വിത്ത് വേവ്സ്. പക്ഷെ നമ്മളൊരു പേപ്പർ ബോളാണ് കൊണ്ടിടുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാവില്ല, അത് ചിലപ്പോൾ മുങ്ങി താഴ്ന്ന് നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. This shows the propagation of waves or energy is due to periodic motion of water particles about their mean position. അപ്പോൾ എന്താ പറയുന്നത്, അവരുടെ മീൻ പൊസിഷനൊക്കെ അവർ നോക്കിക്കൊണ്ട്, അവിടെ കുറേ കാര്യങ്ങളുണ്ട്, പ്രഷർ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങനത്തെ ഇതൊക്കെ നോക്കിക്കൊണ്ടാണ് ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവുന്നത്. പിന്നെ ഉള്ളൊരു എക്സാമ്പിളാണ് പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട് വേവ്സ് എന്ന് പറയുന്നത് കേട്ടോ. It is to be noted the water waves and sound waves are produced and propagated in the material medium, and through the propagation of energy the material medium in which waves are produced must possess inertia and elasticity. Such waves are called mechanical waves or elastic waves. അപ്പോൾ ഒരു ഇനേഷ്യ ഇലാസ്റ്റിസിറ്റി ഒക്കെ അവർ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് വേവ്സ് എന്നൊക്കെ പറയുന്നത്. The waves which require a medium for their propagation are called mechanical or elastic waves. അപ്പോൾ ഒരു വേവ് ഉണ്ടാകാനായിട്ട് അതിനൊരു മീഡിയം വേണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലാസ്റ്റിക് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്, നോ മെറ്റീരിയൽ മീഡിയം. അവർക്ക് എന്താണ് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല വേവ് ഉണ്ടാകാനായിട്ട്. അങ്ങനെയുള്ളതിന് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അല്ലെങ്കിൽ നോൺ മെക്കാനിക്കൽ വേവ്സ് അല്ലെങ്കിൽ നോൺ ഇലാസ്റ്റിക് വേവ്സ് എന്നൊക്കെ വിളിക്കും. ഇപ്പോൾ റേഡിയോ വേവ്സ്, മൈക്രോ വേവ്സ്, ലൈറ്റ് വേവ്സ്, എക്സ്റേ, ഗാമ റേ, ഇതിനൊന്നും എന്താണ് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല, അവർക്ക് വേവ് ഉണ്ടാവാനായിട്ട് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വേവ്സിനെ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ ലൈറ്റിൻ്റെ സ്പീഡ് പറയുന്നുണ്ട് 3 × 10⁸ മീറ്റർ/സെക്കൻഡ്, അതും പറയുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് നമ്മുടെ വേവ് മോഷൻ. എത്ര ടൈപ്പ് വേവ് മോഷൻ ഉള്ളത്?
രണ്ട് ടൈപ്പാണുള്ളത്. ഒന്ന് ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ, പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. ഇത് രണ്ടും നമ്മൾ ചെറുപ്പത്തിലെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്വേഴ്സ് വേവ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ പാർട്ടിക്കിൾ ഓഫ് മീഡിയം വൈബ്രേറ്റ് അബൌട്ട് ദെയർ മീൻ പൊസിഷൻ ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് വേവ്സ് ഉണ്ടാവുന്നത് അതാണ് ട്രാൻസ്വേഴ്സ് വേവ്. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുക, ഒരെണ്ണം പെർപെൻഡിക്കുലർ ആയിരിക്കും, മറ്റേത് പാരലൽ ആയിരിക്കും. ട്രാൻസ്വേഴ്സ് എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. റിപ്പിൾസ് ഒക്കെ ഫോം ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്ലിടുമ്പോൾ അവിടെ റൗണ്ട്സ് ഫോം ചെയ്യുന്നത് പറഞ്ഞില്ലേ, അതിനാണ് ഈ റിപ്പിൾസ് എന്ന് പറയുന്നത് കേട്ടോ. വേവ് സെറ്റ് അപ്പ് ഇൻ ദ സ്ട്രക്ചർഡ് സ്ട്രിങ് ആർ എക്സാമ്പിൾസ് ഓഫ് ട്രാൻസ്വേർ വേവ്. ദീസ് പൊസിഷൻ ഓഫ് മാക്സിമം ഡിസ്പ്ലേസ് ആർ കോൾഡ് ക്രസ്റ്റ് ആൻഡ് ട്രഫ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവിലുള്ളതാണ് ക്രസ്റ്റും ട്രഫും. ഏറ്റവും നമ്മൾ അതിൻ്റെ ഗ്രാഫൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ഗ്രാഫ് മേലേക്ക് വരുന്നത് ക്രസ്റ്റും ഇടവും താഴേക്ക് വരുന്നത് ട്രഫും. അപ്പോൾ ക്രസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പോർഷൻ ഓഫ് മീഡിയം വിച്ച് ഹൈലി റേസ്ഡ്, എത്രത്തോളം ഉയരുന്നു അതാണ് ക്രസ്റ്റ്. അബവ് ദ നോർമൽ പൊസിഷൻ, നോർമൽ പൊസിഷനിൽ നിന്നും ആ ഗ്രാഫ് നോക്കുക, അപ്പോൾ അതിൽ എത്രത്തോളം മുകളിലോട്ട് ഉയരുന്നുണ്ട് അതാണ് ക്രസ്റ്റ് വരുന്നത്. അതുപോലെ ട്രഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ഡിപ്രസ്ഡ് ആവുന്നത്, ഇത്രത്തോളം താഴുന്നുണ്ട് നോർമലിൽ നിന്നും, അതാണ് ട്രഫ്. ഇനി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്രസ്റ്റിൻ്റെയും ട്രഫിൻ്റെയും ഇടയിലുള്ളത് ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ വേവ് ഡ്യൂറിങ് ദ ടൈം എ പാർട്ടിക്കിൾ ഓഫ് മീഡിയം കംപ്ലീറ്റ്സ് വൺ വൈബ്രേഷൻ അബൌട്ട്സ് ഇറ്റ് മീൻ പൊസിഷൻ. നെക്സ്റ്റ് വരുന്നതാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് മോഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ട്രാൻസ്വേവ് വേവ് പഠിച്ച പോലെ തന്നെയാണ്. ട്രാൻസ്വേവിൽ എന്തായിരുന്നു? പെർപെൻഡിക്കുലർ ആയിരുന്നു, ഇവിടെ പാരലൽ ആണ്. When the particle of medium vibrate about their mean position parallel to the direction of propagation of wave is called longitudinal wave. ഇതിൽ വരുന്നത് കംപ്രഷനും റയർ ഫാഷനുമാണ്. അപ്പോൾ കംപ്രഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് കുറവുള്ളതിനെ നമ്മൾ കംപ്രഷൻ എന്നും, അതുപോലെ ഡിസ്റ്റൻസ് കൂടുതലുള്ളത്, അപ്പോൾ അത് നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റീജിയൻ ഇൻ എ മീഡിയം ഇൻ വിച്ച് പാർട്ടിക്കിൾ കം ടു ഡിസ്റ്റൻസ് ലെസ് ദാൻ ദ നോർമൽ ഡിസ്റ്റൻസ് ഫ്രം ദം when a longitudinal wave passes through it. അതുപോലെ റയർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് region of medium in which particle of the medium get apart to distance greater than the normal distance between them when a longitudinal wave passes through it. ഇതാണ് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. അപ്പോൾ ഇത് തൊട്ടുള്ളത് നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ വെലോസിറ്റി, ഫ്രീക്വൻസി, വേവ് ലെങ്ത് ഒക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടാക്കിയിട്ട് ഇടാം. അപ്പോൾ ഇത്രയും ഈ ഒരു റയർ ഫ്രാക്ഷൻ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു.